നമുക്ക് നിധിയുടെയും സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെയും സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നികേഷിന്റെ കയ്യിലേക്ക് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പം ഒരു സ്ത്രീ തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. ആ ഫോട്ടോയിലേക്ക് നികേഷ് കുറേ സമയം ഇങ്ങനെ തുറിച്ച് നോക്കുവാണ്. അപ്പം ഇത്ര സമയം നികേഷിന് സങ്കടമായിരുന്നു, തൻ്റെ അമ്മ തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പോലും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ ഇത് വേറൊരു സ്ത്രീ തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. പിന്നീട് നികേഷ് അത്തേലേക്ക് ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് നികേഷ് പറഞ്ഞു, അല്ല ഇതേതാ, ഈ സ്ത്രീ ഏതാ, ഇവരെന്തിനാ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നേ? ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രാജസ്ഥാനിയെയോ അല്ലെങ്കിൽ ഒരു ഗുജറാത്തിയെ പോലെ ഉണ്ടല്ലോ, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് സുധീഷും ഒക്കെ പരസ്പരം നോക്കുക. ആരും ഒന്നും മിണ്ടുന്നില്ല. അവരൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അതേ അവസ്ഥ തന്നെയായിരുന്നു ഭാസ്കരനും. എന്ത് പറയണമെന്നറിയില്ല. പെട്ടെന്ന് സുധീഷ് അവിടെ നിന്ന് വേറൊരു ഫോട്ടോ എടുത്ത് നോക്കി. അപ്പം മുമ്പ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം സുധീഷല്ല, നികേഷ് മുമ്പ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിന്റെ ചെറിയമ്മയുടെ ഫോട്ടോയാണ്, അമ്മയുടെ അനുജത്തിയുടെ ഫോട്ടോയാണ്. ആ രണ്ട് ഫോട്ടോയും കൂടെ ഒത്തു നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. പെട്ടെന്ന് നികേഷ് എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല ഇവരേതാ, ഈ സ്ത്രീ ഏതാന്ന് ചോദിച്ചു. മുമ്പ് നിങ്ങളല്ലേ പറഞ്ഞേ ഇത് ചെറിയമ്മയാന്നൊക്കെ പറഞ്ഞേ, പക്ഷേ ഇവരെ കണ്ടിട്ട് എൻ്റെ ചെറിയമ്മയാന്ന് തോന്നില്ല, രേവതി ചെറിയമ്മയാന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടുകാരിയാണോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തുകാരിയൊന്നും തോന്നില്ല. ഇവരെ കണ്ട ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല, ആരാന്നൊക്കെ ചോദിക്കണം. അതിനും ആരും മറുപടി ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് നികേഷിന്റെ മനസ്സിലേക്ക് ഗംഗാധരന്റെ വാക്കുകൾ വരുന്നത്. നിന്റെ അച്ഛനുണ്ടല്ലോ, അയാളുടെ ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയി, പിന്നീട് ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് വന്നു, പിന്നെ അവരെ കൊന്നോ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടോ എന്നൊന്നും അറിയത്തില്ല, ഒരു നോർത്ത് ഇന്ത്യൻകാരിയെ കൂട്ടിക്കൊണ്ട് വന്നെന്നൊക്കെ. പെട്ടെന്ന് നികേഷ് ഓർത്തു, ഇതാ നോർത്ത് ഇന്ത്യക്കാരിയാണോ? പിന്നീട് നേരെ ചെല്ലുന്നത് ഭാസ്കരൻ്റെ അടുത്തേക്ക്. ഭാസ്കരൻ്റെ അടുത്ത് എന്നിട്ട് സത്യം പറച്ച, ഈ സ്ത്രീ ഏതാ, ഇവരെന്തിനാ എന്നെ എടുത്തോണ്ട് നിൽക്കുന്നേ, ഇവരുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ കൊടുത്തേ എന്നൊക്കെ ചോദിച്ച് 100 ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഭാസ്കരനോട്. നികേഷിന് ഒട്ടും സഹിച്ചില്ല. കാരണം തൻ്റെ പെറ്റമ്മ തന്നെ എടുക്കാതെ ഈ സ്ത്രീ തന്നെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനിവർക്ക് ആർക്കും അവകാശം കൊടുത്തേ. അപ്പോഴേക്കും സുഭാഷോട് നേരെ, വേണ്ട, നീ ഇങ്ങോട്ട് വാ, നീ ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് വാ, ദേ നമുക്ക് കുറേ ജോലിയൊക്കെ ഉണ്ട്, എനിക്കറിയണം, സത്യം പറച്ച, ഈ സ്ത്രീ ഏതാ, ഇവരെന്തിനാ എന്നെ എടുത്തു പിടിച്ചോണ്ട് നിൽക്കുന്നേ? അല്ല എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ വേറെ സ്ത്രീയെ, നോർത്ത് ഇന്ത്യക്കാരെ ഏതോ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്ന് പറഞ്ഞു കേട്ടല്ലോ, അവരാണോ ഈ സ്ത്രീ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭാസ്കരനൊന്നും മിണ്ടിയില്ല. നിങ്ങളാണോ ചോദിച്ചേ, നിങ്ങൾ എന്തോന്നും മിണ്ടാ നിൽക്കുന്നേ, എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങളല്ലേ ഒന്ന് ഫോട്ടോ എടുക്കണ്ടേ, എന്നെ എന്തിനാ അവരുടെ കയ്യിലേക്ക് കൊടുത്തേ? അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് എന്തായിരുന്നു? നിങ്ങൾക്ക് നാണമുണ്ടോ എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? എൻ്റെ അമ്മ എന്നെ എടുത്തോണ്ട് നിൽക്കുന്നതിന് പകരം ഈ സ്ത്രീ എന്നെ എടുത്തോണ്ട് നിൽക്കുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞേ ഇവരുടെ കയ്യിലേക്ക് എന്നെ കൊടുക്കാനായിട്ട്? ഒടുവിൽ ഭാസ്കരന് ദേഷ്യം വന്നു. ഭാസ്കരൻ പറഞ്ഞു, നിന്റെ അമ്മ നിന്നെ എടുക്കാതെ പിന്നെ വേറെ ആരെങ്കിലും നിന്നെ എടുക്കുമെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് വിളിച്ചു, അച്ഛ വേണ്ടാന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയാണ്. പക്ഷെ അതൊന്നും ഭാസ്കരൻ കേട്ടില്ല. അപ്പോഴേക്കും നികേഷിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞേ? എൻ്റെ അമ്മയോ? അതെ, നിന്റെ അമ്മ നിന്നെ എടുത്തു പിടിച്ചോണ്ട് നിൽക്കുന്നു. നീ മുമ്പ് ചോദിച്ചില്ലേ നിന്റെ എന്തുകൊണ്ടാണ് നിന്റെ അമ്മ എടുക്കാത്തതെന്ന്? നിന്റെ അമ്മ തന്നെ നിന്നെ എടുത്ത് പിടിച്ചിരിക്കുന്നേ. പിന്നെ മുമ്പേ സുധീഷിനെയും സുഭാഷിനെയും അവരെ കണ്ടില്ലേ, അവരുടെ അമ്മയോടൊപ്പം, അത് അവരുടെ അമ്മ, ഇത് നിന്റെ അമ്മയെന്ന് പറയണം. എൻ്റെ അമ്മയോ? പെട്ടെന്ന് നികേഷിന് സമനില എത്തുന്ന പോലെ തോന്നി. നികേഷ് ആ ഫോട്ടോയൊക്കെ പിടിച്ച് നേരെ സുഭാഷിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. സുഭാഷിൻ്റെ അടുത്ത് ചെയ്തിട്ട് സുഭാഷിനോട് പറഞ്ഞു, ഏട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാണെന്ന് പറഞ്ഞു. എടാ അതൊക്കെ അവിടെ വെച്ചേരെ, നീ അന്ന് കാര്യമാക്കണ്ട, അച്ഛന് വെറുതെ പൂസായിട്ട് പറയുന്ന, നീ അന്ന് കാര്യമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. എനിക്കറിയണം, സത്യം പറയട്ടാ, എൻ്റെ അമ്മയല്ലേ സുഭാഷേൻ്റെ സുധീഷേൻ്റെ ഹരീഷേൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ രണ്ടുപേരും വേറെ വേറെ അമ്മമാരുടെ മക്കളാണെന്ന് ചോദിക്കുകയാണ്. സുഭാഷ് ആകെ പട വല്ലാതെ ഇരിക്കുക, എന്ത് മറുപടി പറയാനും നടത്തില്ല. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഇത്രയും കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ അമ്മയത് ആ ഫോട്ടോയിൽ കാണുന്നതാണ് നിന്റെ അമ്മ, അവരുടെ അമ്മ വേറെ അമ്മയാ, നിന്നെ പ്രസവിച്ച് ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് ഭയങ്കര ടെൻഷനായിപ്പോയി. സുഭാഷിന് ഇത് കേട്ടപ്പോൾ സങ്കടവും ദേഷ്യമായി. പക്ഷെ അത് കേട്ടോണ്ട് നിൽക്കാനായിട്ട് സുധീഷിന് പറ്റിയില്ല. സുധീഷ് ഇങ്ങോട്ട് വന്നിട്ട് ഭാസ്കരനെ അടിക്കാണ്ട് കൈ ഒങ്ങുവാണ്. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാവോ എന്ന് ചോദിച്ചോണ്ട്. അപ്പോഴേക്കും നിധി വിളിച്ചു, സുധീഷെ വേണ്ടാന്ന് പറയണം. ഭാസ്കരൻ ഇങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കുക. കാരണം നികേഷിന്റെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്ക് സഹിക്കില്ല. നികേഷ് ആകെപ്പാടെ തകർന്ന മട്ടിലുമായിരുന്നു. സുധീഷിന് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. സുധീഷ് പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് ഞാൻ ഭാസ്കരൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ, നീയൊക്കെയല്ലേ എല്ലാത്തിനും കാരണം, നീയൊക്കെയല്ലേ ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചേ, ഞാൻ പറഞ്ഞിട്ടാണോ നീയൊക്കെ കാണിച്ചേ? മച്ചിൻ്റെ മുകളിലിരുന്ന
ആ പെട്ടിയെടുത്ത് അതിനകത്തിരുന്ന ഫോട്ടോ എല്ലാം എടുത്ത് കാണിച്ചും പോരാ, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കല്ലേ. അത് കേട്ടതും സുഭാഷ് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ, ഇതേ വെറുതെ മദ്യപിച്ചിട്ട് ഓരോന്നും പറയരുതെന്ന് ചെയ്യരുതെന്ന് പറഞ്ഞു. എടാ, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം. പിന്നെ സത്യങ്ങൾ എപ്പോഴാണെങ്കിലും അവൻ മനസ്സിലാക്കണം. സത്യമായിട്ടുള്ള കാര്യം അതല്ലേ, എത്ര കാലം ഇത് മൂടി വെക്കാൻ പറ്റും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, അതും പറഞ്ഞോണ്ട് ഇപ്പോഴങ്ങോട്ട് വെള്ളമണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത്രയും കാലം അവനൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. ഇതേ നിങ്ങൾ പറഞ്ഞ ഈ പണിക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വീണ്ടും ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും നിധി സുധീഷിനോട് പറഞ്ഞു, സുധീഷെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് വിലക്കുവാണ്. ആ സമയം ഭാസ്കരൻ പറഞ്ഞു, കണ്ടില്ലേ, എല്ലാ കുറ്റം നീയൊക്കെ ചെയ്തിട്ട് ഇപ്പം എൻ്റെ തലയിലേക്ക് കയറുന്നോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീയൊക്കെ എല്ലാത്തിനും കാരണം. എന്നിട്ടിപ്പം എൻ്റെ തലയിലേക്ക് കയറിയാൽ മതി, എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷർട്ടും എടുത്തിട്ട് സൈക്കിളും എടുത്തുകൊണ്ട് ഭാസ്കരൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് നികേഷ് വല്ലാതെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. നികേഷ് കരഞ്ഞുകൊണ്ട് സുഭാഷിനെ സുധീഷിനെയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പം എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മ ഒന്നല്ലല്ലേ? അല്ല സുഭാഷ് ഏട്ടാ, ഞാൻ സുഭാഷ് ഏട്ടൻ്റെ അനിയനല്ലേന്ന് ചോദിച്ചു. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എൻ്റെ അനുജൻ തന്നെയാ. അച്ഛൻ എന്തേലും കള്ളു കുടിച്ച് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇല്ല. എന്നോട് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നേരത്തെ പറയായിരുന്നേ? എന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? എടാ, അങ്ങനൊന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഹരീഷൻ ചേർത്ത് പിടിക്കുകയാണ്. വല്ലാത്ത കരച്ചിലാ നികേഷ് കരയണേ. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, എടാ പോട്ടടാ, നീ അന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾ 3 പേരും ഇത്രയും കാലം എന്നോട് സ്നേഹമൊക്കെ കാണിച്ചത് എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും വേറെയാന്ന് അറിഞ്ഞിട്ടൊക്കെ തന്നെയല്ലേ എന്തിനാ എന്നോട് സ്നേഹം കാണിച്ചേ? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. നിധിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുഭാഷ് നികേഷിനെ കെട്ടിപ്പിടിച്ച് കരയോ. അപ്പോഴേക്കും ഹരീഷൻ ചെന്നിട്ട് നികേഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയോട് സുധീഷ് പറഞ്ഞു, കണ്ടില്ലേ അവൻ്റെ സങ്കടം? ഈ സങ്കടം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവനോട് സത്യങ്ങളൊന്നും പറയായിരുന്നേ. ഞങ്ങളുടെ അമ്മ മരിച്ച് അച്ഛൻ കുറേ കാലം ജയിലിലായിരുന്നു. പിന്നീട് അച്ഛൻ വന്നിട്ട് എങ്ങോട്ടോ പോയി. എങ്ങോട്ടാന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്നേ. വരുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അവരുടെ കൂടെ സ്ത്രീ ഉണ്ടായിരുന്നു. മുമ്പേ കണ്ടില്ലേ, ആ ഫോട്ടോയെ കണ്ടേ അവരും. പിന്നെ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. ആ കൈക്കുഞ്ഞാണ് നികേഷ് എന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കാനൊന്നും പോയില്ല. കുറേ കാലം അച്ഛനോടൊപ്പം അവരുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് അച്ഛൻ ജയിലിലേക്ക് പോയത് ഇവരെ കൂട്ടിക്കൊണ്ട് വരാനാണെന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നികേഷിനെ കണ്ടതോടുകൂടി ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പോയി. അവൻ ഞങ്ങളെ കണ്ട് ചിരിക്കാനൊക്കെ തുടങ്ങി. അത്രയും കുഞ്ഞു പ്രായത്തിലല്ലേ, ചിരിക്കാനും പിന്നീട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അവനില്ലാതെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയില്ലെന്നായി. കാരണം അവൻ്റെ കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൻ്റെ അമ്മയെ എങ്ങോട്ടോ പോയി. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. പിന്നീട് അവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ അവനൊന്നും തിരിച്ചറിയാനുള്ള പ്രായം കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് അവൻ വളർന്നു വന്നപ്പം അവൻ ഞങ്ങളുടെ അനുജനല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ മോനല്ല എന്നുള്ള കാര്യം അവനോട് ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇതുവരെ അതിന് പറയാനായിട്ട് അവസരം വന്നിട്ടുമില്ല. പറയണ്ട എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം അവൻ ഞങ്ങളുടെ അനുജനാണ്. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും സുധീഷിനോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. സുധീഷും കരയുവാണ്. നിധിക്കാണെങ്കിൽ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. പിന്നീട് സുധീഷ് എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് സുധീഷും കരയുക. ആ സമയം നികേഷ് വല്ലാതെ കരഞ്ഞ് വല്ലാതെ ഒരു വിഷമത്തിലായി. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടാ വേണ്ട, ഇനി നീ കരഞ്ഞ് വല്ല പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് മിറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വാക്ക് എന്നോട് പറയാൻ മേലായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ എങ്ങനെയാടാ പറയണേ? നീ ഞങ്ങളുടെ അനുജൻ തന്നെയാ. സുധീഷ് പറഞ്ഞു, അതേടാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഞങ്ങളുടെ അനുജനാ. ഞങ്ങളുടെ അനുജൻ അല്ലാതാവില്ല. 2 അമ്മ പ്രസവിച്ചാണെങ്കിൽ എന്താടാ, ഇതേ നമ്മൾ അനുജന്മാരല്ലേ, ചേട്ടനുജന്മാരല്ലേ എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ നികേഷിന് ഭയങ്കര വിഷമമായിരുന്നു. നികേഷ് പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയും കാലം അതൊക്കെ ഓർത്ത് നികേഷിന് സഹിച്ചില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു നികേഷിന്. പിന്നീട് നികേഷ് കോളേജിലേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം കോളേജിലേക്ക് പോവാണ്. കോളേജിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നുണ്ട്. സൈക്കിൾ ഉന്തിക്കൊണ്ട് വരുവാണ്. ഭാസ്കരനെ കണ്ടിപ്പോൾ നികേഷ് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകുന്ന തുടങ്ങിയപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നീ എന്തിനാടാ എന്നോട് മുഖം വീർപ്പിച്ച് പോകുന്നേ? ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തോ? അതിന് നിന്റെ അമ്മയും സുഭാഷിൻ്റെ അമ്മയും ഒന്നല്ലെന്നുള്ള കാര്യം അത് നിന്നോട് ഞാൻ പറഞ്ഞാണ് തെറ്റായി പോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല? നേരത്തെ പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടന്മാരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? ഞാൻ അവരുടെ അനുജനാന്ന് കരുതിയിട്ടല്ലേ ഞാൻ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നേ. സുഭാഷേനെയൊക്കെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ അവരെ ഇത്ര ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു പറഞ്ഞു.
അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എടാ അതിൻ്റെ അവസരം കിട്ടേണ്ടതെന്നൊക്കെ ചോദിച്ചു. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ അമ്മയെ കൊന്നിട്ട് നിങ്ങൾ വേറെ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനോട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഭാസ്കരൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞ് എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനെന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ വൈകുന്നേരമായി. ഈ സമയത്ത് നിധി തൻ്റെ ഫ്രണ്ടിനെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ഒരു ജോലിക്കാരത്തെക്കൂടെ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു ജോലി വേണം, കാരണം സർട്ടിഫിക്കറ്റ് 2 ആഴ്ചത്തേക്കുള്ളിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ അധികം നാൾ ജോലിയില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, അതെ എനിക്കറിയാവുന്നൊരു കമ്പനിയുണ്ട്, അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേന് നീ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നിധിക്കൊരു സമാധാനമൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞിട്ട് നിധി ഇങ്ങനെ ഉമ്പർത്തൊന്നിരിക്കണം. നികേഷ് വരേണ്ട സമയം കഴിഞ്ഞു. ഒരു 20 മിനിറ്റ് കോളേജ് വിട്ട് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ നികേഷ് വരുന്ന. പക്ഷെ ഇന്ന് വരുന്നില്ല. കുറേ സമയമായി. ആകെപ്പാടെ ടെൻഷനായി പോയി നിധിക്ക്. വരേണ്ട സമയം കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതെ വന്നു കഴിഞ്ഞപ്പം നിധി നികേഷിനെ ഫോണിലേക്ക് വിളിക്കണം. അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണെന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. ഇതെന്ത് പറ്റി? പിന്നീട് സുധീഷിനെ വിളിച്ചു. സുധീഷ് ഇത് എവിടെയാണെന്ന് ചോദിച്ചു. ദേ ഞാൻ ഡ്രൈവ് ചെയ്യുക. എന്ത് പറ്റി? അല്ല അത് പിന്നെ ഒരു കാര്യമുണ്ട്. ഓ എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കുമല്ലേ? സുധീഷ് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലായിരുന്നു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി വിളിച്ചല്ല. അതെ നികേഷ് കോളേജ് വിട്ട് വരാൻ സമയമായി, പക്ഷെ ഇതിനായിട്ടും വന്നില്ലെന്നോ? അതെ, അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞു. അവൻ സാധാരണഗതി കോളേജ് വിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്ന, ഒരിടത്തും കയറി താമസിക്കുന്നൊന്നും അല്ല എന്ന് പറഞ്ഞു. ശരി ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു സുധീഷ്. പിന്നീട് സുധീഷ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. ഇതേ സമയത്ത് സുഭാഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നികേഷ് എത്തിയോന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അല്ല നികേഷ് എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ച. എന്താണെന്നറിയില്ല സുഭാഷ് ചേട്ടാ, അവൻ വരേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സാരമില്ല, കുറച്ച് സമയം കൂടെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹരീഷ് വന്നിട്ട് ചോദിച്ചു, എന്തിയേ നികേഷ് എത്തിയില്ല എന്നൊക്കെ ചോദിക്കണം. എത്തിയില്ല ഹരീഷെ, എനിക്കറിയില്ല, അവൻ ഇത്ര സമയം താമസിക്കുന്നതല്ലാന്ന് പറഞ്ഞു. ശരി ഞാൻ അവനിന്ന് പോയി നോക്കട്ടെ, അവൻ റോഡിൽ എവിടെയും നിൽക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷും അങ്ങോട്ട് പോവാണ്. നിധി ആകെപ്പാടെ വിഷമിച്ചിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.